ശ്രീ ജോർജ് പൊടിപ്പാറ, തെരഞ്ഞെടുപ്പിന് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ പ്രഖ്യാപനത്തിന് ബാക്കിയുള്ളൂ. നവംബർ 4-ാം തീയതി മിക്കവാറും പ്രഖ്യാപനം വരും. അത് കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പായി, അത് കഴിഞ്ഞാൽ കഷ്ടിച്ച് 2 മാസം, അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അപ്പോൾ തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ വോട്ടർമാരെ സന്തോഷിപ്പിക്കുന്നതാണെന്നാണോ താങ്കൾ കണക്കാക്കുന്നത്? ഇത് വോട്ടായി പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ ജോർജ് പൊടിപ്പാറ? ഈ ഭരണവിരുദ്ധ വികാരം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ഉയർന്നിരിക്കുന്ന വിവാദം, മറുഭാഗത്ത് PMC പദ്ധതിയുമായിട്ട് ഉയർന്നിരിക്കുന്ന വിവാദം, ഇതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയ സമരങ്ങളുടെ വേലിയേറ്റം, ഇത് സൃഷ്ടിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റാൻ ഈ വളരെ പെട്ടെന്നൊരു മാസ്റ്റർ സ്ട്രോക്കുമായി മുഖ്യമന്ത്രിക്ക് സാധിച്ചു ഈ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ? ജോർജ് പൊടിപ്പാറ. ഇപ്പോൾ താങ്കളുടെ ടൈറ്റിലിൽ തന്നെ പറയുന്ന പോലെ ഇതൊരു ഇലക്ഷൻ നമ്പറാണോ അതോ ബമ്പറാണോ, ഇത് രണ്ടും ചേർന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇലക്ഷൻ ബമ്പറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവരതിനെ സ്വാഗതം ചെയ്യും. കാരണം ആർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് പൈസ വരുന്നതിൽ സന്തോഷം കുറവുണ്ടാവില്ല. നേരെ മറിച്ച് ഇലക്ഷൻ നമ്പർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2ാം മന്ത്രിസഭയുടെ 4.5 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഈ തുക അനുവദിക്കുമ്പോൾ ഇത്രയും കാലം നമ്മൾ കേട്ടിരുന്ന വായ്ത്താരി എന്താ? ഈ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കേസ് അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഒരു കാര്യത്തിനും പണമില്ല സർക്കാരിൻ്റെ കൈവശം, കേന്ദ്രം വീർപ്പ് മുട്ടിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്, ഞങ്ങളെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ വന്നത്. അതുപോലെ തന്നെ ക്ഷേമ ബോർഡുകളിൽ നിന്ന് ഇതിൽ പണമെടുത്തു അവരുടെ പെൻഷനുകളും ആനുകൂല്യങ്ങളും കൊടുക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ആശുപത്രികളിൽ മരുന്ന് സപ്ലൈ ചെയ്തവർക്ക് കാശ് കൊടുക്കാനില്ലാത്തത്. കാരുണ്യ ബെനവളന്റ് സ്കീം പ്രകാരം 1800 കോടിയോളം രൂപ കൊടുക്കാൻ ബാക്കി വന്നത്. അങ്ങനെ പാചകത്തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാനില്ലാത്തത്. നെല്ല് സംഭരിച്ച വകയിൽ കാശ് സമയത്ത് കൊടുക്കാൻ പറ്റാത്തത്. ഇതിനെല്ലാം ഒരേ ഒരു കാരണമാണ് തുടർച്ചയായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നത്. കേന്ദ്രം വീർപ്പ് മുട്ടിക്കുന്നു, നമ്മൾ വരുമാനം കുറയുന്നു, അല്ലെങ്കിൽ നികുതി വരുമാനം പ്രതീക്ഷിച്ച പോലെ ഉയരുന്നില്ല, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഇത് കേട്ട് മടുത്ത് മാസങ്ങളോളം ക്ഷേമ പെൻഷൻ പോലും കുടിശ്ശികയാക്കി ഇപ്പോൾ ആ കുടിശ്ശിക പതുക്കെ വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഓൾ ഓഫ് എ സഡനായിട്ട് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം, ആ വിജ്ഞാപനം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 13,000 കോടി രൂപയിലധികം പ്രതിവർഷം ബാധ്യത വരുന്ന ഈ ക്ഷേമ പദ്ധതികളുടെ ഒരു എന്താ പറയുക, ഒരു ഘോഷയാത്രയാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ 1,600 രൂപ 2,000 ആക്കുന്നു. 35 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ, വിദ്യാർത്ഥികൾക്ക് പെൻഷൻ, ആശാ വർക്കർമാർക്ക്, അത് അംഗൻവാടി, ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് വരുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ അവരുടെ മുമ്പിൽ വളരെ കൃത്യമായ ഒരു എക്സാമ്പിളുണ്ട്. അതായത് ഇതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ തവണ ഈ നിരന്തരമായിട്ട് അഴിമതി ആരോപണങ്ങളുടെ ഘോഷയാത്ര ഉണ്ടായിട്ടും അന്ന് കൃത്യമായ രീതിയിൽ കോവിഡ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കിറ്റ് വിതരണവും ആനുകൂല്യങ്ങളുടെയും കരുതലിൻ്റെയും ഒരു ഇഫക്റ്റിലാണ് അന്ന് തുടർഭരണം സാധ്യമായത്. അത് വീണ്ടും ഒരിക്കൽ കൂടി അത് വിജയകരമായി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ സർക്കാർ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ്. ആ മാതൃകയിൽ നിന്ന് ഉൾക്കൊണ്ട ആവേശമാണ് ഈ ഒരു പരീക്ഷണത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. അരുൺകുമാർ വരച്ചിട്ട ചിത്രം എത്ര മനോഹരവും ചേതോഹരവും ആണെങ്കിലും അത് മാത്രമല്ല വാസ്തവം എന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അത്രയും മനോഹരമാണ്, അത്രത്തോളം ലാവണ്യമാണ് ഇവിടെ ഇടതുമുന്നണി കൊണ്ടുവന്ന വികസനത്തിനും കരുതലിനും അതുപോലെ തന്നെ നവകേരളത്തിനുമെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നിരന്തരം പരാജയപ്പെടുന്ന കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ജനത്തിനിത് മുഴുവനൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം വരച്ചിടുന്നത് പോലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റിയൊരു സർക്കാരാണെങ്കിലും അത് ജനം അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമ്മൾ പോരാടിയിരുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനോടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യുദ്ധകാലത്ത് പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ശത്രുവിനെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഭരിക്കുന്ന സർക്കാരിനും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും പ്രത്യേകിച്ചൊരു ആനുകൂല്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്, ലോകത്തെ എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെയുള്ളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. കോവിഡ് ആദ്യമായിട്ട് കണ്ട ഒരു സംഗതിയാണ്. ജനം ഭയത്തിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ കരുതിയ, ഞങ്ങളുടെ കൂടെ നിന്ന, ഞങ്ങൾക്കെല്ലാം തന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് കിട്ടുന്ന ഒരു ആനുകൂല്യം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇല്ലാത്ത കാശില്ല എന്ന് പറഞ്ഞ സർക്കാർ
വോട്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ വാഗ്ദാനങ്ങൾ കോരിച്ചെരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ചിന്തിക്കുന്ന ഒരു ന്യായമായ ചിന്തയുണ്ട്. എങ്കിൽ പിന്നെ ഇത്രയും കാലം എന്തിന് കാത്തു നിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാതെ ഇപ്പൊ 19 അതാണ് എന്തിനു വൈകി എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാർക്ക് കോവിഡോ പ്രളയമോ മറ്റേതെങ്കിലും സമാനമായ സാഹചര്യമോ ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അങ്ങേക്ക് അവസാനിപ്പിക്കാം ഒരു അരമിനിറ്റിനുള്ളിൽ. വ്യത്യസ്ത ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ. അപ്പോൾ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? അത് ഈ പറഞ്ഞതുപോലെ കൊടുക്കാൻ മാൻഡേറ്ററി അല്ലേ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും 4% കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, കൊടുക്കുന്നുള്ളൂ, അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രത്തോളം മനോഹരമാണോ കാര്യങ്ങൾ? അരുൺകുമാർ ഒരു ചിത്രം അങ്ങ് വരച്ചിട്ടിട്ട് ഇതിനു മുമ്പില്ല, ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അല്പം സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന, അല്പം സാമൂഹ്യ ബോധമുള്ള, കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും ബോധ്യമുള്ള മനുഷ്യർക്ക് ഇത് കേൾക്കും ചിരി വരും. എന്താണ് ഇങ്ങനെയൊക്കെ തള്ളി മറിക്കുന്നത് എന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അത്രയൊന്നും ബോധമില്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം ആഴ്ന്ന് ചിന്തിക്കാത്ത സാധാരണ മനുഷ്യർ ഈ 400 രൂപ കിട്ടുമ്പോൾ ഒന്ന് കൈയടിച്ചെന്ന് വരും. പക്ഷേ അതുകൊണ്ട് മാത്രം കൈയടിക്കുമോ പ്രബുദ്ധ കേരളം എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, Debate with Dr. Arun Kumar.